ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകകപ്പ് പോരാട്ടത്തിൽ ഒമാന് പരാജയം. നമീബിയയ്ക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ഉയർത്തിയ 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയയുടെ ബാറ്റിംഗ് നിശ്ചിത 20 ഓവറിൽ ഒമാന്റെ ടോട്ടലായ 109 റൺസിൽ തന്നെ അവസാനിച്ചപ്പോൾ മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 21 റൺസ് എടുത്തപ്പോൾ ഒമാന് 10 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. മത്സരത്തിൽ ടോസ് നേടിയ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 19.4 ഓവറിൽ 109 റൺസിന് പുറത്തായി. അതേസമയം ജൂൺ 6 ഒമാൻ ഇനി ഓസ്ട്രേലിയയെ നേരിടും. പുലർച്ചെ 4:30 മത്സരം ആരംഭിക്കുക. മൂന്നാം മത്സരം ജൂൺ 9 രാത്രി 9 മണിക്ക്. സ്കോട്ട്ലാൻഡാണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ 13-ാം തീയതി രാത്രി 11 മുതൽ ഇംഗ്ലണ്ടിനെ നേരിടും. ലൈസൻസില്ലാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുകയും സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത പ്രവാസി വനിതകളെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ആരോഗ്യ മന്ത്രാലയവും റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചായിരുന്നു നടപടി. മസ്കറ്റിൽ താമസ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് നിരവധി പ്രവാസികൾ ഉൾപ്പെടുന്ന സംഘം പ്രവർത്തിച്ചിരുന്നത്. 4619 കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ക്രീമുകൾ, ഇഞ്ചക്ഷൻ, മെഡിക്കൽ സപ്ലൈസ്, മറ്റ് ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാനിൽ ചൂട് ശക്തമായതോടെ ക്ലാസുകൾ ഓൺലൈനാക്കിയും പഠനസമയം കുറച്ചും ഇന്ത്യൻ സ്കൂളുകൾ. ഈ മാസം 6 വരെയുള്ള ദിവസങ്ങളിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. KG മുതൽ 12ാം തരം വരെയുള്ള ക്ലാസ് സമയം കുറച്ചുകൊണ്ടുള്ള സർക്കുലർ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് കൈമാറി. ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളിൽ 3 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ടായിരിക്കും നടക്കുക. KG മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാലം ആരംഭിച്ചിരുന്നു. മറ്റ് വിവിധ സ്കൂളുകളിലും ക്ലാസുകൾ ഓൺലൈനാക്കുകയോ സമയം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ജൂൺ 6 രാജ്യത്തെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളും മുഴുവൻ ക്ലാസുകളിലും അവധിക്കാലം ആരംഭിക്കും. കൊടും ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ ഒമാനിൽ മധ്യാഹ്ന വിശ്രമവും പ്രാബല്യത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്കേറെ ആശ്വാസകരമാണ്. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 100 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവിനും ഇതിന് സാധ്യതയുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴയും ഇരട്ടിയാകും. അതേസമയം മരുഭൂമിയിൽ നിന്നടിച്ച് വീശുന്ന ചൂടുകാറ്റാണ് രാജ്യത്തെ താപം ഉയരാൻ കാരണമാകുന്നത്. മസ്കറ്റ് അടക്കമുള്ള മേഖലയിലെ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന ചൂട് ഓഗസ്റ്റ് അവസാനം വാരം വരെ തുടരും. ചൂട് വർദ്ധിച്ചതോടെ നഗരങ്ങളിലെ തിരക്ക് കുറഞ്ഞതായി കച്ചവടക്കാരും പറയുന്നു. വിപണിയെയും ചൂട് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഒമാൻ പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 ദശലക്ഷത്തിൽ പരം കാക്കകളെയും മൈനകളെയും കൊന്നൊടുക്കി. ഇന്ത്യൻ കാക്കകളെയും മൈനകളെയുമാണ് പ്രധാനമായും ഇല്ലായ്മ ചെയ്തത്. വടക്കൻ വാത്തിനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാക്കകളെ കൊന്നത്. 6,21,592 അധിനിവേശ പക്ഷികളെ ഗവർണറേറ്റിൽ കൊന്നൊടുക്കി. തെക്കൻ ബാത്തിന 2,03,077, ദോഫാർ 1,26,700, മസ്കറ്റ് 50,012 എന്നിങ്ങനെയാണ് വിവിധ ഗവർണറേറ്റുകളിൽ കൊന്നൊടുക്കപ്പെട്ട കാക്കകളുടെയും മൈനകളുടെയും കണക്കുകൾ. അധിനിവേശ പക്ഷികളായ കാക്കയും മൈനയും രാജ്യത്ത് കൃഷികളും മറ്റും നശിപ്പിക്കുന്നതായി പരിസ്ഥിതി വിഭാഗം നേരത്തെ വിലയിരുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവയുടെ വ്യാപനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര വിദഗ്ധയായ സൂസന സാവേദ്രയുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങളും മുന്തിരി, ആപ്രിക്കോട്ട്, പിയേഴ്സ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് മൈനകളും കാക്കകളും നശിപ്പിക്കുന്നത്. ഒമാനിൽ 1,60,000 മൈനകളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇവയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി നേരത്തെ പരിസ്ഥിതി അതോറിറ്റി ടീമിനെ രൂപവൽക്കരിച്ചിരുന്നു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും മൈനകളെയും കാക്കകളെയും നിരീക്ഷിക്കാനുള്ള പ്രാരംഭ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ദോഫാർ ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ മരം മുറിച്ച സംഭവത്തിൽ നടപടിയുമായി പരിസ്ഥിതി വിഭാഗം രംഗത്ത്.
മരം മുറിച്ചു കടത്താൻ ശ്രമിച്ചയാളെ പരിസ്ഥിതി വിഭാഗം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ് പിടികൂടിയത്. അനുമതിയില്ലാതെ മരം മുറിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വന്യജീവി സംരക്ഷണ നിയമങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 80071999 അല്ലെങ്കിൽ 1991 എന്ന നമ്പറുകളിൽ അറിയിക്കണമെന്നും പരിസ്ഥിതി വിഭാഗം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരും. രാവിലെ 8 മുതൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവരും. മാർച്ച് 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഹെൽപ്പ് ലൈൻ ആപ്പിലും കൗണ്ടിംഗ് ട്രെൻഡുകളും ഫലവും ലഭിക്കും. ഓരോ സംസ്ഥാനത്തും വോട്ടെണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് 3ാം ഊഴം പ്രവചിച്ചിരുന്നു. ഈ ആത്മവിശ്വാസത്തിൽ പുതിയ സർക്കാർ രൂപവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങൾ BJP ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ വസതി മുതൽ BJP ആസ്ഥാനം വരെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടത്താനും BJP ആലോചിക്കുന്നുണ്ട്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുകയാണ് ഇന്ത്യൻ സഖ്യം. 295 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യൻ സഖ്യം പറയുന്നത്. എക്സിറ്റ് പോളുകൾക്ക് നേർ വിപരീതമായിരിക്കും യഥാർത്ഥ ഫലമെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. എക്സിറ്റ് പോളുകൾ കാണിച്ച് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുകയായിരുന്നു BJP ഉദ്ദേശമെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പ്രതികരിച്ചു. പ്രാദേശിക മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സീറ്റ് നൽകുന്നുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. തപാൽ ബാലറ്റുകൾ ആദ്യം പൂർണ്ണമായി എണ്ണണമെന്ന പ്രതിപക്ഷ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തീർക്കുക പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമാക്കൽ. കൃത്രിമം നടക്കുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും കമ്മീഷൻ പറഞ്ഞു. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തുടങ്ങുമെന്നും തുടർന്ന് EVMകളുടെ എണ്ണൽ അരമണിക്കൂറിനുള്ളിൽ ആരംഭിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ പറഞ്ഞു. തപാൽ വോട്ടുകൾ പൂർണ്ണമായി എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം EVMകൾ എണ്ണുക എന്നത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം 31.2 കോടി വനിതാ വോട്ടർമാരാണ് സമ്മതിദാനം വിനിയോഗിച്ചത്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗും രേഖപ്പെടുത്തി. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. 1054 കോടി രൂപ, 2198 കോടിയുടെ സൗജന്യ വസ്തുക്കൾ, 868 കോടിയുടെ മദ്യം എന്നിവ പിടിച്ചെടുത്തതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.